എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പാട്ടൊക്കെ പാടി, 2 പാട്ടേ ആകെ ഞാൻ എൻ്റെ ചാനലിൽ പാടിയുള്ളൂ. പക്ഷേങ്കിൽ അത് കുറച്ച് പേരൊക്കെ കണ്ടു. സന്തോഷം, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ പാടുന്നത്. അതിനകത്ത് നിങ്ങളതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം. ബാക്കിയൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്തു 24 മണിക്കൂറിൽ നമ്മൾ എത്രത്തോളം ടൈം നമ്മൾ ഏത് ജാതി വിഭാഗവുമായിക്കോട്ടെ, പക്ഷേ നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി, നമുക്ക് മനസ്സിന് തൃപ്തി വരുന്ന, മനസ്സിന് സന്തോഷം തരുന്ന എന്താണോ അതിൽ കുറച്ച് നേരം ലയിച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഇപ്പം എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വലിയൊരു സംഭവമാണെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കി പണികളൊക്കെ നമ്മൾ പകൽ ചെയ്യുന്നു, നമ്മുടെ പല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി രാവിലെ തൊട്ട് വയ്യോളം നമ്മൾ കടന്നുകൂടുകയാണ്. പക്ഷേങ്കിൽ നമുക്ക് മനസ്സിന് എല്ലാ ജോലികളും നമുക്ക് തൃപ്തിയോടാണോ നമ്മൾ ചെയ്യേണ്ടത് കൊണ്ടങ്ങ് ചെയ്തു പോകുന്നില്ലേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നമുക്ക് തൃപ്തിയോടും നമുക്ക് മനസ്സുഖം കിട്ടുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയമാണ് നമ്മൾ ധ്യാനിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ ബൈബിള് ധ്യാനിക്കുന്നു. അതിലൂടെ എനിക്കൊരു സന്തോഷം, മനസ്സിന് സുഖം, സന്തോഷം ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പല വീടുകളിലും കുടുംബ പ്രാർത്ഥനകളൊക്കെ നിന്നുപോയ സാഹചര്യത്തിൽ വളരെ പ്രശ്നങ്ങളാണ് എല്ലാ വീടുകളിലും. ഇപ്പം ഒട്ടുമിക്ക ഭവനങ്ങളിലും മൊബൈലാണ് അവരുടെ താരം, എല്ലാ കാര്യങ്ങൾക്കും ആണല്ലോ. പക്ഷേങ്കിൽ നമ്മൾ അതിന് അടിമപ്പെടാതെ കുറച്ച് സമയം നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ മനസ്സിന് സുഖം സന്തോഷം കിട്ടുമായിരിക്കും. എന്നാലും നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. എത്ര തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മൾ കുറച്ച് സമയം പാടുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുന്നത്. മറ്റ് സന്തോഷങ്ങളൊക്കെ താൽക്കാലികമാണ്, പക്ഷേ ഈ ഒരു സന്തോഷം നമുക്ക് നിരന്തരം നമ്മുടെ മനസ്സിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനം ലഭിക്കും, സന്തോഷം കിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ തളരാതെ നിൽക്കാം. നമുക്കൊരു ബലമാണ് ഈ ആത്മീയത എന്ന് പറയുമ്പോൾ. അത് ആത്മീയത അമിതമായിട്ടൊരു ഭ്രാന്തായി മാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയത എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് തിരുക്കരത്താൽ വഹിച്ചു എന്നെ എന്നുള്ള ഒരു പാട്ടാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് നിങ്ങൾക്ക് കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം, നമുക്ക് ഒന്നിച്ച് പാടാം. എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം എൻ്റെ കൂടെ കുറച്ച് പേര് കൂടിയിരുന്ന്, ഇപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നാടകം, ഒരു കലാരൂപം പോലെ അങ്ങ് മാറിയിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ആരും ആരാധിക്കുന്നില്ല. എല്ലാവരും താളം മേളങ്ങളുടെ അകമ്പടിയോടുകൂടി അതിന് കൂടുതൽ പ്രാധാന്യം നൽകി പാട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. കൂടുതലും താളമേളങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ട് അവർ പാട്ടിന് അധികം സ്ഥാനം കൊടുക്കുന്നില്ല. പക്ഷേ ഈ പാട്ടിൻ്റെ മറവിൽ ആ താളമേളങ്ങളിൽ നമ്മൾ കുറേ നേരം ലയിച്ചിരിക്കുന്നു. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നു കേട്ടോ. ഈ പലരും ഈ മോട്ടിവേഷനൊക്കെ കേട്ട് കഴിഞ്ഞ് അവർ ആ ഹോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പവർഫുള്ളായിട്ട് ഇറങ്ങും. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാൻ എന്തൊക്കെയോ ഉടൻ തന്നെ ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ അവർ തരുന്ന ആ ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ കേട്ടിട്ട് നമ്മൾ ഭയങ്കര പവർഫുള്ളായിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങും. ആ ഹാളിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ അടുത്ത പ്രശ്നങ്ങളിലേക്ക് കയറുമ്പോൾ പിന്നെ അവർ പഴയ മോട്ടിവേഷൻ കേൾക്കാൻ പോയിട്ടുള്ളവരിൽ ഒരു ശതമാനം ആൾക്കാർ മാത്രമേ എനിക്ക് തോന്നുള്ളൂ ആ ഒരു പവർ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ കുറച്ച് പേര് മാത്രമേ അതിനെ പ്രവണത കാണിക്കുന്നത്. ബാക്കി മനുഷ്യരൊക്കെ എല്ലാം കേട്ടു, കുറച്ച് നേരം കഴിയുമ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള ജോലിയിൽ മുഴുകുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അതൊക്കെ കുറച്ച് പിന്നെ അതങ്ങ് പതിയെ അവരിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഹൃദയത്തെ ദിവസവും നമ്മൾ വചനം കൊണ്ട് ഉത്തേജിപ്പിക്കുമ്പോൾ നമുക്ക് പകൽ ചെയ്ത എല്ലാ ജോലിയേക്കാളും ഏറ്റവും സന്തോഷം ലഭിക്കുന്ന സമയമായിരിക്കും ഇത്. കുറച്ച് സമയം നമ്മൾ 24 മണിക്കൂറിൽ നമുക്ക് ഉണ്ണാനും ഉറങ്ങാനും ജോലി ചെയ്യാനുള്ള എല്ലാ ടൈമും ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് സമയം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് കുറച്ച് സമയം. ഓക്കെ, അപ്പം ഞാൻ തിരുക്കരത്താൽ എന്നുള്ള പാട്ടാണ് പാടുന്നത്. അതിനകത്ത് നിങ്ങൾക്കും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം.
തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശാവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശാവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശാവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിന്നോളങ്ങളാൽ അലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുണ്ട്. ചേർത്തിടുമേ ഭവനമതിൽ എൻ്റെ പ്രിയൻ യേശുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശാവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശാവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അപ്പം നമ്മൾ ആഴിയതിനോളങ്ങളാൽ നമ്മുടെ കപ്പൽ, നമ്മുടെ പടക് വലയുമ്പോൾ നമ്മുടെ പ്രിയൻ യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ട്. പടക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ കൃത്യമായ തീരത്ത് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് ഈ പാട്ടിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കെല്ലാവരും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു വിശ്വാസമാണല്ലോ. നമുക്കൊരു പ്രത്യാശ, ഒരു വിശ്വാസം, നമുക്ക് അക്കരെ എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അതിനുവേണ്ടി ഓടുന്നത്. അപ്പോൾ ഈ വിശ്വാസം എല്ലാവരും കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയൊക്കെ പാടാനും ഒക്കെ ദൈവം അവസരം തന്നു. ഈ സമയം വരെ നമ്മളെ കാത്തു സൂക്ഷിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒരു നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് തൽക്കാലേക്ക് നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. നാളെ ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ വീണ്ടും ഇതുപോലെ പാട്ടുകളൊക്കെ പാടാം. പാട്ടുകൾ പാടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഴയ പാട്ടുകൾ പഴയ രീതിയിൽ തന്നെ പാടുന്നതാണ്. അല്ലാതെ നമുക്ക് പുതുമയുള്ള പാട്ടിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ പാടാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ചാനലിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു എങ്ങനെ ചെയ്യണം, എന്താ ഒരു എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ മെസ്സേജുകൾ കൂടി അറിയുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ഓക്കെ.